രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയത് രാജ്യവിരുദ്ധ പ്രസംഗമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തിന്റെ സന്തതികളായ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ കണ്ണിൽ നുഴഞ്ഞുകയറ്റക്കാരായതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുകയാണെന്ന് മനസ്സിലാക്കിയ BJP എല്ലാ നിലയും വിട്ട് പ്രവർത്തിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സംഘപ്രചാരകന്റെ റോളിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം സൃഷ്ടിക്കുന്നു. ജനങ്ങളെ ഒന്നിച്ചു നയിക്കേണ്ട പ്രധാനമന്ത്രി മുസ്ലിം വിഭാഗത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും ചട്ടങ്ങളും നിയമങ്ങളും പരസ്യമായി ലംഘിച്ച പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന പ്രസംഗം, മുസ്ലിമിനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുക, സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനി വർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. തലമുറയായി ഇവിടെ ജീവിച്ചു വളർന്ന മുസ്ലിങ്ങളെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നത്. വിടുവായുത്തം പറയുന്ന നിരവധി സംഘപരിവാറുകാരുടെ നിലവാരത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് ചിന്തിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF തിരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരത്തും തളിപ്പറമ്പിലും നടന്ന റാലിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ.